കേട്ടറിവിനേക്കാൾ വലുതാണ് മുരുകൻ എന്ന സത്യം. നരഭോജികളായ മനുഷ്യൻ വരയുമുലുകളുടെ അന്തകനാണവൻ. അപ്പന്റെ കൈവെട്ടി ചെകുത്താൻ ഓട്ടക്കാലം. വൈബ്രേറ്റർ വന്ന കംപ്ലീറ്റ് കൈവിട്ടു. ഇയാൾ അവിടെ കിടന്ന് ബബ്ബടിക്കില്ലേ? പുലിനെ പിടിക്കുന്നത് ആടുതോന്നല്ല, മുരുകനാ. പുലി മുരുകൻ. മുരുകൻ വീട് വീണതല്ല, ഭൂമിദേവിനെ വന്ദിച്ചതാ. അല്ലാതെ മുണ്ടേ ചവിട്ടി കൂട്ടി വീണതല്ല. മുണ്ടേ ചവിട്ടി കൂട്ടി എന്റെ പട്ടി വീഴും. പിന്നെ എന്തോരം പട്ടികളെ നാട്ടികളെ മുണ്ടെടുത്തോണ്ട് നടക്കണത്. അല്ലാതെ മുണ്ടേ ചവിട്ടി. അതെ, വൈദവൈ ആരായി പുലിനെ ആദ്യം കണ്ടേ? വൈറ്റാട്ടി പുലി. വൈറ്റാട്ടി പുലിയോ? അല്ല, പ്രസവം നോക്കണം ആദ്യം എടുക്കണത് വൈറ്റാട്ടി ആണല്ലോ. അപ്പൊ വൈറ്റാട്ടി പുലി ആയിരിക്കുമല്ലോ. മഴ നേരത്തെ ആണല്ലോ. വെള്ളിടി വെട്ടിയായിട്ടില്ലേ? ഇടി വെട്ടിയല്ല, ഞാൻ ചുമച്ചതാ. നിങ്ങൾക്ക് ചൊറിയായിരിക്കും, എനിക്കൊക്കെ ഇത് വെള്ളിടിയാ. ഇന്ന് പുലിനെ പിടിക്കാനുള്ള മാർഗം കണ്ടുപിടിച്ചാലോ? ഇവിടെ പുലി ഇറങ്ങിയിട്ട് എത്ര ആളായി? പുലി ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി. ആണ്, എന്നിട്ട് ഇപ്പഴാണ് എന്നെ വിളിക്കണം. നിങ്ങൾ ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിക്കാൻ വേണ്ടല്ലേ? അയ്യോ, ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചു. എന്നിട്ട് നമ്പർ മാറിപ്പോയിട്ട് അത് വനിതാ കമ്മീഷൻ ഓഫീസിലേക്ക് കിട്ടി. അപ്പൊ ഒരു പെണ്ണുമ്പളെ ഫോൺ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു പുലി ഇറങ്ങിയിട്ടുണ്ടെന്ന്. അപ്പൊ ആ പെണ്ണുമ്പളെ പറഞ്ഞു ഞാൻ അനുഭവിച്ചോളാം. എന്നാ അനുഭവിച്ചാ അങ്ങനെ തന്നെ വേണം. അയ്യോ മുരുക, എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കുന്നത് മുരുക. നിങ്ങളൊക്കെ ഈ കാട്ടിൽ ജനിച്ചു വളർന്ന ആൾക്കാരല്ലേ? അതെ. നിങ്ങൾക്ക് പോയി പുലിനെ പിടിക്കാൻ പാടില്ല. എനിക്ക് പേടിയുണ്ടായിട്ടല്ല. പിന്നെ എന്റെ അപ്പൂപ്പന്മാര് പറഞ്ഞ എന്താ തരമോ? ശത്രു മനുഷ്യനായാലും മൃഗമായാലും എന്റെ മടയെ പോയി കൊല്ലണമെന്നാ പറഞ്ഞത്. അതും കേട്ട് ഞാനൊരു മുട്ട മടി എടുത്തിട്ട് അവിടെ ചെന്നു. എന്നിട്ട് അവിടെ ചെന്നപ്പോ ആ പുലി വെട്ടി കിടക്കണത്. ഞാൻ എത്തിക്കോ, ആ പുലി കൃന്ന് കാണിച്ചു. ഒരു ഓട്ടം വെച്ചു കൊടുത്തു ഞാൻ. എന്തിനാ കൃന്ന് കാണിച്ചെന്ന് ഇപ്പോഴും വൃത്തം കിട്ടിയിട്ടില്ല. മനസ്സിലായില്ലേ? ഇല്ല. ഇയാളൊക്കെ ഒരു മനുഷ്യനാണല്ലോ. ഒരു കൊച്ചിനെ പെറ്റെടുക്കുന്ന സ്ഥലത്തേക്ക് വരുമ്പോ അങ്ങനെയാണ് ചെല്ലേ. ഒരു പൗഡർ ഇല്ല, കൺമഷിയില്ല, ഒരു ബേബി സെറ്റ് ഇല്ല, കൈ വീശിച്ചെന്ന് ആർക്കായാലും ദേഷ്യം വരും. അല്ല മുരുക, ഞാൻ മുരുകനാണ്. അല്ലാതോ അതല്ലാന്ന് മുരുക, നിങ്ങൾ പാരമ്പര്യമായിട്ട് പുലിപിടുത്തക്കാരാണോ? പുലിനെ വല്ലതും പിടിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഞങ്ങള് പാരമ്പര്യമായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് പുലി ഫാമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഫാമിലിയാ. പുലി ഫാമോ? 57 പുലി ഉണ്ടായിരുന്നു ഇവിടെ. 57 പുലിയോ? അപ്പൊ അങ്ങനെയാണ് ഈ പുലികൾ പ്രസവിക്കുമല്ലോ. അതിന് പാലൊക്കെ ഇപ്പൊ എവിടെ കൊടുക്കും നിങ്ങള്? അതിനല്ല ഡയറി, പുലിപ്പാൽ അളക്കണ ഡയറി ഒക്കെ ഉണ്ടായി. പിന്നെ ഞങ്ങൾക്ക് അവിടെ ഈ പാക്കറ്റ് പാലുണ്ടായിരുന്നു. കേട്ടോ, കേരളം കണി കണ്ടുണരുന്ന നന്മ പുൽമ. പുൽമ പാല് അടിപൊളിയാ. അതുപോലെ ഇത് കൂടാതെ തലവേദന, വയറുവേദന, ഇതിനൊക്കെ പുലിപ്പാല് ചികിത്സയുണ്ട്. ഒരു ദിവസം ഒരു പുലി ചെങ്കണ്ണായിട്ട് മുലപ്പാല് കിട്ടിയില്ല കണ്ണിലൊഴിക്കാൻ. എന്നാ പുലിപ്പാൽ ഒഴിച്ചാൽ നല്ലതെന്ന് പറഞ്ഞിട്ട് വന്നു. സംഗതി പുലിപ്പാല് ഞാൻ ഒഴിച്ചു കൊടുത്തു. പക്ഷെ അത് പുലിപാലായി പോയി. ഈ പുലിപ്പാലാന്ന് പറഞ്ഞിട്ട് എടുത്തൊഴിച്ചത് പുലി മോരാന്നേ. കണ്ണ് പുളേച്ചു പോയില്ലേ? കോമഡിയാണല്ലോ. ആണോ? എന്റെ മുരുക, നിങ്ങൾ വേലി വെച്ചല്ലേ ഈ പുലിനെ പിടിക്കാറ്? എന്നിട്ട് ഈ കൊട്ടത്തോക്കായിട്ട് വന്ന് എന്തിനാന്ന് ഞാൻ ചോദിക്കണേ. പലച്ചിരി ഒന്ന് നിർത്താവോ? കോഴി മുട്ടയിട്ട് വെച്ച് കൊക്കണമാരിയാണല്ലോ. കാര്യം പറയട്ടെ, ഞാൻ കഴിഞ്ഞ ദിവസേ ഒരു പുലിനെ പിടിക്കാൻ പോയി. പുലിനെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ വേല് വെച്ചോടെ ഒറ്റ ഏടം കൊടുത്തു. ഈ വേല് കണ്ടിട്ടുണ്ടല്ലോ പലി പല്ലടിച്ചു. അപ്പൊ തന്നെ ഒടിഞ്ഞു പോയില്ലേ? പല്ലൊടിഞ്ഞു പോയതല്ല, വേലിന്റെ തുമ്പൊടിഞ്ഞു പോയി. അത് കാച്ചിക്കാൻ കൊടുത്തേക്കുവാ. നല്ല കാച്ചലാണല്ലോ. ആണോ? എന്റെ മുരുക, സമയം കറക്റ്റ് 5 മണിക്ക് തന്നെ പുലി പുറത്തിറങ്ങും. കറക്റ്റ് 5 മണിക്ക് പുലി പുറത്തിറങ്ങാൻ? പുലി എന്നാ സർക്കാർ ഉദ്യോഗസ്ഥരാണോ? അതല്ലാന്ന് പുറത്തിറങ്ങുമ്പോ അപ്പൊ തന്നെ പുലിനെ പിടിക്കണോന്ന്. അത് ഞാൻ പിടിച്ചോളാം. പിന്നെ ഞാൻ പുലിനെ പിടിച്ചു വിടുമ്പോഴത്തേക്കും ഒരു കട്ട ചാത്ത ഡ്രം 1 ലിറ്റർ മേടിച്ചു വെച്ചേ. അതെന്തിനാ? പോയിട്ട് വന്നിട്ട് നോക്ക പുലിയിറച്ചി കൂട്ടി അടിക്കാം. എന്റെ മുരുക, പുലി ആകെ പ്രശ്നക്കാരനാണ് കേട്ടോ. അതിലും വലിയ പ്രശ്നക്കാരനാ ഞാൻ. കുഞ്ഞിപ്പുലിയേ കൂടെ ഒരു പുലി, 1 പുലി, 3 പുലി, 4 പുലി. പുലിനെ പിടിക്കാണെന്ന് പറഞ്ഞ മുരുകനെ കണ്ടിട്ട് അരിമുറുക്കാന്ന് പറഞ്ഞ് കടിച്ചു പിടിച്ച് തിന്നാണ്ട് ഇതാവുകയായിരുന്നു. ഓ, എന്റെ മലദേവങ്ങളെ കാത്തോളണേ. മുരുക, പുലിനെ പിടിച്ചോ? ഇല്ല, ഒരു അബദ്ധം പറ്റി. എന്ത് പറ്റി? സാധാരണ ഞാൻ ഈ വേല് വെച്ചാണല്ലോ എറിയാറ്. വേലാന്ന് വിചാരിച്ച് തോക്കെടുത്ത് ഒരൊറ്റ ഏറം കൊടുത്തു. പുലി ആ തോക്കും കടിച്ചു പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? മുരുക, ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ പുലി കടിച്ചു കീർത്തില്ലോ. അതെന്തിനാ ഇപ്പൊ ഒരു താങ്ക് യു പറഞ്ഞേ? ജീവൻ രക്ഷിച്ചാനാ. ആണോ? താങ്ക് യു.